അവതരിപ്പിക്കുന്ന BBS സാൻവിത മെഗാ ക്യൂസ് 2K23 ഏവർക്കും സ്വാഗതം. ഹൈസ്കൂൾ കാറ്റഗറിയിലുള്ള കുട്ടികളാണ് നമ്മളോടൊപ്പം ഇപ്പോൾ മത്സരിക്കാനായിട്ടായിരിക്കുക. ഈ ഓരോ ടീമിന്റെയും പേര് നമുക്ക് പരിചയപ്പെടാം. ഓരോ ടീമിലുള്ള ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം നമ്പർ 1 ഗിഫ്റ്റ് ഓഫ് വിസ്ഡം. എൻ്റെ പേര് ജോവിയ ജോയ്, ക്ലാസ് 8. എൻ്റെ പേര് ഹിനിയാന്തരി ജോഷി, ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ടീം നമ്പർ 2 ഐ ആം ആഗ്നസ് ഫ്രം ക്ലാസ് 9. I am Angelina Sebastian from class 9. ടീം നമ്പർ 3 My name is Angel Maria Seaver. I am studying in class 8. My name is Alvina Biju. I am studying in class 10A. ടീം നമ്പർ 4 I'm Salve Lisa Bibi of grade 8. I am Siona Sanosh of grade 8. ടീം നമ്പർ 5 I am Henrique Saji from class 9. I am Sanna Maria Johnson from class 9. ടീം നമ്പർ 6 I am Anmini Marshiri, class 10. I am Nimjobi from class 8. I am Elsa Rani from class 9. I am Yoros Johnny from class 8. ഓക്കെ, എല്ലാവർക്കും ക്വിസിലേക്ക് സ്വാഗതം. ഈ ക്വിസിനും നമുക്ക് 6 റൗണ്ടുകളാണ് ഉള്ളത്. 2 അടുത്തടുത്തുള്ള റൗണ്ടുകളിൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വരികയോ ഉത്തരം തെറ്റിപ്പോവുകയോ ചെയ്താൽ പിന്നീടുള്ള റൗണ്ടുകളിലേക്ക് മത്സരിക്കാൻ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. ചലഞ്ചേഴ്സ് റൗണ്ട്. വെൽക്കം ടു ചലഞ്ചേഴ്സ് റൗണ്ട്. ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ശരി ഉത്തരം. ആ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചലഞ്ച്. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ലഭിക്കുന്നത് 100 പോയിന്റ്സ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു ടീം നമ്പർ 1 ഗിഫ്റ്റ് ഓഫ് വിസ്ഡം. നിങ്ങളുടെ ചോദ്യം ഇതാണ്: ആരാണ് നിയമത്തെ വെറുക്കുകയില്ലാത്തത്? ഓപ്ഷൻസ്: ബുദ്ധിമാൻ, വിവേകി, ദൈവഭക്തൻ, ജ്ഞാനി. ഉത്തരം പറയാം. ജ്ഞാനി. ഉത്തരം ശരിയാണ്. ജ്ഞാനി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നിങ്ങൾക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നത് ടീം നമ്പർ 2 ഗിഫ്റ്റ് ഓഫ് കൗൺസിൽ. നിങ്ങളുടെ ചോദ്യം: കുറ്റമറ്റവനും സ്വർണത്തെ കാംക്ഷിക്കാത്തവനുമായ ആരാണ് അനുഗ്രഹീതൻ? ഓപ്ഷൻസ് പറയാം: ദരിദ്രൻ, ധനവാൻ, മനുഷ്യൻ, നീതിമാൻ. ധനവാൻ. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 100 പോയിന്റ്സ് ലഭിക്കുന്നുണ്ട്. The third question goes to team number 3 gift of knowledge. ഭക്ഷണം നൽകുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനെ ആളുകൾ എന്തു ചെയ്യും? ഓപ്ഷൻസ് പറയാം: പരിഹസിക്കും, അവഗണിക്കും, കളിയാക്കും, പഴിക്കും. പഴിക്കും. ഉത്തരം ശരിയാണ്. പഴിക്കും എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്കും 100 പോയിന്റ്സ് ലഭിക്കുന്നു. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ഗോസ് ടു ടീം നമ്പർ 4 ഗിഫ്റ്റ് ഓഫ് പൈറ്റി. നിങ്ങളുടെ ചോദ്യം: അത്യുന്നതന്റെ കൽപ്പനകൾ അനുസരിച്ച് ധനം നേടുമ്പോൾ അത് എന്തിനേക്കാൾ ലാഭകരമാണ്? സ്വർണത്തേക്കാൾ. ഓപ്ഷൻസ് പറയുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞിരിക്കും. ഉത്തരം കറക്റ്റ് ആണ്. സ്വർണത്തേക്കാൾ. നിങ്ങൾക്കും 100 പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നു. പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും ഉത്തമർണന്റെ പരിഹാസവും ആരെയാണ് വ്രണപ്പെടുത്തുന്നത്? ഓപ്ഷൻസ്: നല്ല മനുഷ്യനെ, നീതിമാനെ, വികാരവാനെ, ദുഷ്ടനെ. ഉത്തരം പറയാം. നീതിമാനെ. ഉത്തരം തെറ്റാണ്. വികാരവാനെയാണ് വ്രണപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം പോകുന്നത് ടീം നമ്പർ 6 ലേക്കാണ്.
ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ എന്താണ് തങ്ങി നിൽക്കുന്നത്? മാലിന്യം. പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്, മാലിന്യം. നിങ്ങൾക്ക് 100 points ലഭിക്കുന്നു. The 7th question goes to team number 7, gift of faith. Your question: ഒരുവന്റെ ന്യായവാദം കേൾക്കാതെ അവനെ എന്ത് ചെയ്യരുത്? ഓപ്ഷൻ: വിധിക്കരുത്, പുകഴ്ത്തരുത്, കുറ്റപ്പെടുത്തരുത്, ശകാരിക്കരുത്. ഉത്തരം പറയാം. പുകഴ്ത്തരുത്. കറക്റ്റ് ആൻസർ, പുകഴ്ത്തരുത്. നിങ്ങൾക്കും 100 points ലഭിക്കുകയാണ്. ചലഞ്ചേഴ്സ് റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഈ ഓരോ ടീമിനും ലഭിച്ചിരിക്കുന്ന സ്കോറുകൾ എത്രയാണെന്ന് നമുക്ക് കാണാം. ടീം നമ്പർ 1 ഗിഫ്റ്റ് ഓഫ് വിസ്ഡം നേടിയിരിക്കുന്നു 100 points. ടീം 2 ഗിഫ്റ്റ് ഓഫ് കൗൺസിൽ നേടിയിരിക്കുന്നു 100 points. ടീം 3 നേടിയിരിക്കുന്നു 100 points. ടീം 4 100 points. ടീം 5 ഉത്തരം ഒന്നും പറയാൻ സാധിച്ചില്ല. ടീം 6 ഗിഫ്റ്റ് ഓഫ് മിറക്കിൾസ് നേടിയിരിക്കുന്നു 100 points. ടീം 7 ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് നേടിയിരിക്കുന്നു 100 points. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വളരെ ഊർജ്ജസ്വലതയോടെ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ ആരംഭിക്കുകയാണ്. വെൽക്കം ടു പസിൽ റൗണ്ട്. ഈ റൗണ്ടിൽ ഒരു വചനം നിങ്ങളോട് പറയും. അത് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തണം. 10 സെക്കൻഡ് ആണ് നിങ്ങൾക്കുള്ളത്. ശരിയുത്തരം പറഞ്ഞാൽ 100 points ആണ് ഓരോ ഗ്രൂപ്പിനും ലഭിക്കുന്നത്. Now the first question goes to team number 2, gift of counsel. അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. ആരുടെ വാക്കുകൾ? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. ആരുടെ വാക്കുകളാണിത്? എലിസബത്തിന്റെ. ഉത്തരം ശരിയാണ്, എലിസബത്തിന്റെ വാക്കുകളാണിത്. The next question goes to team number 3, gift of knowledge. തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ആരുടെ വാക്കുകളാണിത്? സക്കറിയ. ഉത്തരം പൂർണ്ണമായും ശരിയാണ്, സക്കറിയ. The next question goes to team number 4, gift of piety. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആരുടെ വാക്കുകളാണിത്? ചോദ്യം ആവർത്തിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആരുടെ വാക്കുകളാണിത്? ദൂതന്മാരുടെ. ഉത്തരം തെറ്റാണ്. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം, അവരുടെ വാക്കുകളാണിത്. Now the question goes to team number 5. ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഇതാരുടെ വാക്കുകളാണ്? ശിമയോൻ. ഉത്തരം ശരിയാണ്, ശിമയോന്റേതാണ് ഈ വാക്കുകൾ. Now the next question goes to team number 6. നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ത്? ഇത് ആരുടെ വാക്കുകളാണ്? ഫരിസേയരുടെയും നിയമജ്ഞരുടെയും. ഉത്തരം ശരിയാണ്, ഫരിസേയരും നിയമജ്ഞരും. അടുത്ത ചോദ്യം ടീം 7നോടാണ്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് റെഡി അല്ലേ? ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. ഇത് ആരുടെ വാക്കുകളാണ്? ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. ഇതാരുടെ വാക്കുകളാണ്? ശിഷ്യന്മാരുടെ.
ഉത്തരം ശരിയാണ്. ശിഷ്യന്മാരുടെ വാക്കുകളാണിത്. അടുത്ത ചോദ്യം, ടീം നമ്പർ 1, ഗിഫ്റ്റ് ഓഫ് വിസ്ഡം. നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. വ്യാജമായ കുറ്റാരോപണവും അരുത്. വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ആരുടെ വാക്കുകളാണിത്? ഈശോയുടെ. ഉത്തരം തെറ്റാണ്. സ്നാപക യോഹന്നാന്റേതാണ് ഈ വാക്കുകൾ. പസിൽ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ടീം 1 ഗിഫ്റ്റ് ഓഫ് വിസ്ഡം 0 പോയിന്റ്. ടീം 2 ഗിഫ്റ്റ് ഓഫ് കൗൺസിൽ 100 പോയിന്റ്സ്. ടീം 3 ഗിഫ്റ്റ് ഓഫ് നോളജ് 100 points. Team 4 0 point. Team 5 gift of healing 100 points. Team 6 gift of miracles 100 points. And Team 7 gift of faith 100 points. ഈ റൗണ്ടുകളിൽ എലിമിനേഷൻ ഇല്ല. എല്ലാവരും അടുത്ത റൗണ്ടിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയിട്ടുണ്ട്. മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. ഈ റൗണ്ടിന്റെ പേര് സാങ്ക്ടോസ് റൗണ്ട് എന്നാണ്. വെൽക്കം ടു സാങ്ക്ടോസ് റൗണ്ട്. സെലീനാമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാർമലിന്റെ സുഗന്ധം എന്ന പുസ്തകത്തെ ആധാരമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1-2 വാക്കുകളിൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. 10 സെക്കൻഡുകളാണ് ഉത്തരം പറയാൻ നിങ്ങൾക്കുള്ളത്. ഓരോ ഉത്തരത്തിനും 100 points ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. Now the first question goes to team number 3 gift of knowledge. സെലീനാമ്മ ആത്മശോധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന പുസ്തകത്തിന്റെ പേര്. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. സെലീനാമ്മ ആത്മശോധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന പുസ്തകത്തിന്റെ പേര്. അറിയില്ല. സെലീനാമ്മ ആത്മശോധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന പുസ്തകത്തിന്റെ പേര് ആത്മദീപം എന്നാണ്. Now the next question goes to team number 4 gift of piety. ഉല്ലാസവേളകളിൽ ദിവ്യസക്രാരിയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ ആശ്വസിപ്പിക്കുവാൻ തനിക്ക് പകരം ആരെയാണ് സെലീനാമ്മ നിയമിച്ചിരുന്നത്? ചോദ്യം ആവർത്തിക്കാം. ഉല്ലാസവേളകളിൽ ദിവ്യസക്രാരിയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ ആശ്വസിപ്പിക്കുവാൻ തനിക്ക് പകരം ആരെയാണ് സെലീനാമ്മ നിയമിച്ചിരുന്നത്? അറിയില്ല. ഉത്തരം അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉല്ലാസവേളകളിൽ ദിവ്യസക്രാരിയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ ആശ്വസിപ്പിക്കുവാൻ തനിക്ക് പകരം സെലീനാമ്മ പരിശുദ്ധ അമ്മയെയാണ് നിയമിച്ചിരുന്നത്. Now the next question goes to team number 5. സെലീനാമ്മയുടെ ജീവിത ദർശനം അനുസരിച്ച് ഗോവണി ഇറങ്ങുമ്പോൾ സെലീനാമ്മ എന്താണ് പ്രാർത്ഥിച്ചിരുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സെലീനാമ്മയുടെ ജീവിത ദർശനം അനുസരിച്ച് ഗോവണി ഇറങ്ങുമ്പോൾ സെലീനാമ്മ എന്താണ് പ്രാർത്ഥിച്ചിരുന്നത്? ഈശോയെ പോലെ ഹൃദയ ശാന്തതയും എളിമയും ലഭിക്കുവാൻ. ഉത്തരം കറക്റ്റ് ആണ്. ഈശോയെ പോലെ ഹൃദയ ശാന്തതയും എളിമയും ലഭിക്കുവാൻ പ്രാർത്ഥിച്ചിരുന്നു. Now the next question goes to team number 6. സെലീനാമ്മ CMCയുടെ മദർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന്? സെലീനാമ്മ CMCയുടെ മദർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന്? 1964. ഉത്തരം തെറ്റാണ്. സെലീനാമ്മ CMCയുടെ മദർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1963 നവംബർ 16-നാണ്. Now the next question goes to team number 7 gift of faith. നിരന്തരമായ പ്രാർത്ഥനയിലും ദൈവ ഐക്യത്തിലും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന സിസ്റ്റേഴ്സിന് അവസരം ഒരുക്കി കൊടുക്കാനുള്ള സെലീനാമ്മയുടെ അഭിലാഷ പൂർത്തീകരണമായത് എന്ത്? ഭവനം. ഉത്തരം ശരിയാണ്. സാൻസ്രോ ഭവനം.
to team number 1, gift of wisdom. സെലീനാമയെ ദൈവദാസിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 24 ഏപ്രിൽ 2018. ഉത്തരം തെറ്റാണ്. 2018 ഏപ്രിൽ 9-നാണ്. Now the next question goes to team number 2, gift of counsel. സിസ്റ്റർ മേരി സെലിന് യേശുവിനോടും CMCയോടുമുള്ള സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണം എന്തായിരുന്നു? ദൈവവിളിക്കുള്ള പ്രോത്സാഹനം. ഉത്തരം ശരിയാണ്. സാന്തോസ് റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ടീം 1 ഗിഫ്റ്റ് ഓഫ് വിസ്ഡം 0 പോയിന്റ്, ടീം 2 ഗിഫ്റ്റ് ഓഫ് കൗൺസിൽ 100 points, ടീം 3 ഗിഫ്റ്റ് ഓഫ് നോളജ് 0 point, ടീം 4 ഗിഫ്റ്റ് ഓഫ് piety 0 point, ടീം 5 gift of healing 100 points, team 6 gift of miracles 0 point, and team 7 gift of faith 100 points. നമുക്ക് എലിമിനേഷൻ ഉണ്ട്. അടുത്തടുത്ത 2 റൗണ്ടുകളിൽ ഉത്തരം പറയാൻ സാധിക്കാതെയോ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോവുകയോ ചെയ്താൽ ആ ടീമുകൾ എലിമിനേറ്റ് ആയി പോകുന്നതാണ്. ഇവിടെ ടീം 1, ടീം 4 എലിമിനേറ്റ് ആയി പോവുകയാണ്. നിങ്ങൾക്ക് ഓഡിയൻസിന്റെ അടുത്തേക്ക് പോകാവുന്നതാണ്. പാസ് ഓൺ റൗണ്ട്. വെൽക്കം ടു പാസ് ഓൺ റൗണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു പാസിംഗ് റൗണ്ട് ആണ്. ഏതു ഗ്രൂപ്പിനോടാണോ ചോദ്യം ചോദിക്കുന്നത് ആ ഗ്രൂപ്പിന് ഉത്തരം പറയാൻ സാധിക്കാതെ വരികയോ പറയുന്ന ഉത്തരം തെറ്റിപ്പോവുകയോ ചെയ്താൽ ആ ചോദ്യം അടുത്ത ഗ്രൂപ്പിലേക്ക് പാസ് ചെയ്യപ്പെടുന്നതാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യന് ഉള്ളത് 100 പോയിന്റ്സ് ആണ്. പക്ഷേ പാസ് ചെയ്യപ്പെടുന്നതിൻ്റെ തോതനുസരിച്ച് 10 പോയിന്റുകൾ വീതം കുറഞ്ഞായിരിക്കും വരിക. അപ്പോൾ നമുക്ക് പാസ് ഓൺ റൗണ്ടിലേക്ക് കടക്കാം. The first question goes to team number 5, gift of healing. ചോദ്യം ഇതാണ്: ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തേജോമയം ആയിട്ടുള്ള ശുശ്രൂഷ എന്തിൻ്റേതാണ്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തേജോമയം ആയിട്ടുള്ള ശുശ്രൂഷ എന്തിൻ്റേതാണ്? നീതിയുടെ ശുശ്രൂഷ. കറക്റ്റ് ആൻസർ, നീതിയുടെ ശുശ്രൂഷ. നിങ്ങൾക്ക് ലഭിക്കുന്നു 100 points. The second question goes to team number 6, gift of miracles. അഭിവാദന ഭാഗത്ത് കൊറിന്തോസുകാർക്കുള്ള 2-ാം ലേഖനം ആർക്കാണ് എഴുതുന്നത് എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. അഭിവാദന ഭാഗത്ത് കൊറിന്തോസുകാർക്കുള്ള 2-ാം ലേഖനം ആർക്കാണ് എഴുതുന്നത് എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം പറയാം. കൊറിന്തോസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്കും അക്കയായിലുമെങ്ങുമുള്ള വിശുദ്ധർക്കും. കറക്റ്റ് ആൻസർ. 100 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. And the third question goes to team number 7, gift of faith. ഞങ്ങൾ ലോകത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ എങ്ങനെ വ്യാപരിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഞങ്ങൾ ലോകത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ എങ്ങനെ വ്യാപരിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ. വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ. ഉത്തരം കറക്റ്റ് ആണ്. ടീം 7 ലഭിക്കുന്നു 100 points. And the fourth question goes to team number 2, gift of wisdom. ചോദ്യം: അപരാധം ചെയ്തവൻ അഗാധ ദുഃഖത്തിൽ നിവദിക്കാതിരിക്കേണ്ടതിന് അവനോട് എന്തു ചെയ്യണം? ക്ഷമിക്കണം. പാട്ടാണ്.
ഉത്തരം പൂർണ്ണമല്ല. ക്ഷമിക്കണം. അടുത്ത ടീമിലേക്ക് ക്വസ്റ്റ്യൻ പാസ് ചെയ്യപ്പെടുന്നു. ടീം നമ്പർ 3. നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. കറക്റ്റ് ആൻസർ. അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. പാസ് ചെയ്തു വന്ന ചോദ്യമാണ്. ടീം നമ്പർ 3ക്ക് ലഭിക്കുന്നു 90 points. The 5th question goes to team number 3. Gift of knowledge. നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും എന്ത് ലക്ഷ്യമാണ് തനിക്കുള്ളത് എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? അവിടുത്തെ പ്രസാദിപ്പിക്കുക. കറക്റ്റ് ആൻസർ. നിങ്ങൾക്കും 100 points ലഭിക്കുകയാണ്. പാസ് ഓൺ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതൊരു ഗസ്റ്റ് റൗണ്ടാണ്. നിങ്ങൾക്ക് പഠിക്കാൻ തന്ന പാഠ്യഭാഗവുമായി ബന്ധപ്പെട്ട അതിനോട് സാമ്യമുള്ള ചില ചിത്രങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണും. ആ ചിത്രത്തിന്റെ വചനഭാഗത്തിന്റെ തലക്കെട്ടും ആ വചനഭാഗത്തിന്റെ അധ്യായവും പറയുക. ഇതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. 200 പോയിന്റുകളാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 100 points കിട്ടും. The first question goes to team number 2. ലൂക്ക 5-ാം അധ്യായം. തലക്കെട്ട് എന്താണെന്നും കൂടി ഒന്ന് പറയാം. സാപത്തെക്കുറിച്ച് തർക്കം. സാപത്താചരണത്തെ കുറിച്ചുള്ള തർക്കം എന്നാണ് തലക്കെട്ടിന്റെ പേര്. അധ്യായം 5 അല്ല 6 ആണ്. ഉത്തരം തെറ്റാണ്. Second question goes to group number 3. നിങ്ങൾക്ക് ഇതിന്റെ അധ്യായവും തലക്കെട്ടും പറയാം. തലക്കെട്ട് എന്താണ്? തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന അധ്യായം ഏതാണ്? 5. ഉത്തരം കാണാം. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. കൃത്യമായിട്ടുള്ള തലക്കെട്ടാണ്. അധ്യായം 5 എന്നാണ് പറഞ്ഞത്. അതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ടീം നമ്പർ 3ക്ക് ലഭിക്കുന്നു 200 points. അടുത്ത ക്വസ്റ്റ്യൻ ടീം നമ്പർ 5-നുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിന്റെ വചനഭാഗത്തിന്റെ തലക്കെട്ടും അധ്യായവും നിങ്ങൾക്ക് പറയാം. സ്നാപകയോഹന്നാൻ പ്രസംഗിക്കുന്നു. സ്നാപക യോഹന്നാൻ പ്രസംഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഉത്തരങ്ങൾ മാറ്റി പറയാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അധ്യായം പറയാം. അധ്യായം 3. അധ്യായം ലൂക്ക 3. ഉത്തരങ്ങൾ നോക്കാം. സ്നാപകന്റെ പ്രഭാഷണം എന്നാണ് തലക്കെട്ട്. തലക്കെട്ട് കൃത്യമായി പറഞ്ഞില്ല. അധ്യായം 3 റൈറ്റ് ആൻസർ ആണ്. 100 പോയിന്റുകൾ ലഭിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം നമ്പർ 6-നോടാണ്. സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിന്റെ വചനഭാഗത്തിന്റെ തലക്കെട്ട് കൃത്യമായും അധ്യായം കൃത്യമായും പറയുക. യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. അധ്യായം 2. ഉത്തരങ്ങൾ നോക്കാം. അധ്യായം 2 കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ തലക്കെട്ട് പരിച്ഛേദനം സമർപ്പണം എന്നുള്ളതാണ്. ടീം 6-ന് ലഭിക്കുന്നു 100 points. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം നമ്പർ 7-നോടാണ്. സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിന്റെ വചനഭാഗത്തെ തലക്കെട്ടും അധ്യായവും പറയുക. പാപിനിക്ക് മോചനം. പാപിനിക്ക് മോചനം. അധ്യായം 7. പാപിനിക്ക് മോചനം റൈറ്റ് ആൻസർ ആണ്. അധ്യായം കൃത്യമാണ്. ടീം നമ്പർ 7-ന് ലഭിക്കുന്നു 200 points. ഗസ്റ്റ് റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ടീം നമ്പർ 2 ഉത്തരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ടീം നമ്പർ 3 നേടിയിരിക്കുന്നു 200 points. ടീം നമ്പർ 5 നേടിയിരിക്കുന്നു 100 points. ടീം നമ്പർ 6 100 points. ടീം നമ്പർ 7 200 points.
അഭിനന്ദനങ്ങൾ. നാം അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. റാപ്പിഡ് ഫയർ റൗണ്ട് എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. സോ വെൽക്കം ടു റാപ്പിഡ് ഫയർ റൗണ്ട്. ഈ റൗണ്ടിൽ നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന ലോട്ടിലുള്ള കളർ അനുസരിച്ച് ആ കളറ് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ആ കവറിലെ ചോദ്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുക. 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു കവറിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നാം അധികം വെയിറ്റ് ചെയ്യാതെ വളരെ വേഗത്തിൽ പറയേണ്ട ഉത്തരങ്ങളാണ്. ബ്ലാക്ക് കളറാണ് കിട്ടിയിരിക്കുക. എന്താണ് അളന്നു തൂക്കി ഉപയോഗിക്കേണ്ടത്? വാക്ക്. ഏത് ദേവാലയത്തിൽ വെച്ചാണ് സെലിനാമ മാമോദീസ സ്വീകരിച്ചത്? മൂഴിക്കുളം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു ഏറ്റവും ആദ്യം സുഖപ്പെടുത്തിയത് ആരെയാണ്? ആരുമായി കൂട്ടുചേരരുതെന്നാണ് പൗലോസ് വിലക്കുന്നത്? അശുദ്ധമായത്. ബാഷാൻ രാജാവിന്റെ പേരെന്ത്? ഓഗ്. 5 ക്വസ്റ്റ്യൻസിൽ 3 ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം ചെയ്തിട്ടുണ്ട്. 300 പോയിന്റ്സ് ടീം നമ്പർ 3 ലഭിക്കുന്നു. നെക്സ്റ്റ് ലോട്ട് എടുക്കാനുള്ള ചാൻസ് ടീം നമ്പർ 5 ഗ്രീൻ കളറാണ് ലോട്ട് കിട്ടിയിരിക്കുക. ഗ്രീൻ കളറിലുള്ള കവറിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് റെഡിയാണ്. നാവ് കൊണ്ട് പ്രഹരിച്ചാൽ തകരുന്നത് എന്ത്? മദർ മേരി സെലിന്റെ കുടുംബ പേര്? തട്ടാട് പയ്യപ്പള്ളി. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് യേശുവിന് വേണ്ടി ഏറ്റവും ആദ്യം വിരുന്നു നടത്തിയത് ആരാണ്? പിലാത്തോസിന്റെ അമ്മായിമ്മ. മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിന്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ചത് ആര്? മൂടന്മാർ. റൂബൻ ഗോത്രത്തിന് കുടുംബം അനുസരിച്ച് അവകാശം കൊടുത്തത് ആര്? ഓക്കെ, 5 ക്വസ്റ്റ്യൻസിൽ ആകെ 1 മാത്രമാണ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിരിക്കുന്നത്. ടീം നമ്പർ 5 ലഭിക്കുന്നു 100 പോയിന്റ്സ്. ടീം നമ്പർ 6 ലോട്ട് എടുക്കാനുള്ള സമയമാണ്. യെല്ലോ കാർഡാണ് കിട്ടിയിരിക്കുക. പ്രഭാഷകൻ 27:16 അനുസരിച്ച് രഹസ്യം പാലിക്കാത്തവന് നഷ്ടപ്പെടുന്നത് എന്ത്? വിശ്വസ്തത. സെലീനാമയുടെ പിതാവിന്റെ പേര്? ഔസേപ്പ്. കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണം എന്ന് പറഞ്ഞത് ആര്? മരണത്തിന്റെ നിയമം എഴുതപ്പെട്ടത് എവിടെയാണ്? കൽപ്പലകളിൽ. ജോഷുവ 13:5 പറയുന്ന മല ഏതാണ്? ഓക്കെ, 5 ക്വസ്റ്റ്യൻസിൽ 3 ചോദ്യങ്ങള് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ടീം 6 ലഭിക്കുന്നു 300 പോയിന്റ്സ്. ടീം 7 ലോട്ട് എടുക്കാനുള്ള അവസരമാണ്. എന്താണ് അകാല വാർദ്ധക്യം വരുത്തുന്നത്? ഉത്കണ്ഠ. ഏത് ദേവാലയത്തിൽ വെച്ചാണ് സെലീനാമയ്ക്ക് സ്ഥൈര്യ ലേപനം നൽകിയത്? മൂഴിക്കുളം സെന്റ് മേരീസ് ദേവാലയം. കൂസായുടെ ഭാര്യയുടെ പേരെന്ത്? യോവന്ന. ഏത് ഭവനമാണ് നശിച്ചു പോകുമെന്ന് പൗലോസ് പറയുന്നത്? ഭൗമിക ഭവനം. മരണസമയത്ത് ജോഷുവയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 110. കൃത്യമായിട്ട് 5 ചോദ്യങ്ങൾക്ക് 500 പോയിന്റ്സ്. ടീം നമ്പർ 2 നിങ്ങളോടുള്ള റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ്. മകനെ പഠിപ്പിക്കുന്നവൻ ആരെയാണ് അസൂയാലുക്കളാക്കുന്നത്? ശത്രുക്കളെ. സെലീനാമയുടെ മാതാവിന്റെ പേര്? മറിയം. കർത്താവിന്റെ ദൂതൻ സക്കറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് എവിടെ? ദൈവസന്നിധിയിൽ. 2 കൊറിന്തോസ് 3:6 അനുസരിച്ച് ജീവിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനം. മനാസെ, എഫ്രായിം എന്നീ ഗോത്രങ്ങളുടെ പിതാവാര്? ജോസഫ്. 5 ചോദ്യങ്ങളിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. ടീം നമ്പർ 2 ലഭിക്കുന്നു 200 പോയിന്റ്സ്. റാപ്പിഡ് ഫയർ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ ഓരോ ടീമിനും ലഭിച്ചിരിക്കുന്ന സ്കോർ നമുക്ക് നോക്കാം. റാപ്പിഡ് ഫയർ റൗണ്ടിന്റെ സ്കോർ അനൗൺസ് ചെയ്യുകയാണ്. ടീം നമ്പർ 2 ഗിഫ്റ്റ് ഓഫ് കൗൺസിൽ നേടിയിരിക്കുന്നു 200 പോയിന്റ്സ്. ടീം 3 ഗിഫ്റ്റ് ഓഫ് നോളജ് നേടിയിരിക്കുന്നു 300 പോയിന്റ്സ്. ടീം നമ്പർ 5 ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് നേടിയിരിക്കുന്നു 100 പോയിന്റ്സ്.
മിറക്കിൾസ് നേടിയിരിക്കുന്നു 300 പോയിന്റ്സ്. ടീം 7 ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് നേടിയിരിക്കുന്നു 500 പോയിന്റ്സ്. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഹൈസ്കൂൾ കാറ്റഗറിയുടെ മത്സര ഫല പ്രഖ്യാപനത്തിനായി കരകുറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സൗമ്യയെ സാദരം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗം മത്സര വിജയികളെ പ്രഖ്യാപിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ടീം നമ്പർ 7 ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് 1100 points. Second prize goes to team number 3 gift of knowledge 890 points. Third prize goes to team number 6 gift of miracles 700 points. Congratulations to all the winners.